നമ്മൾ ഇന്ന് പറയാൻ പോണത് ഒരു നെഗറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ ആ നെഗറ്റീവ് വീഡിയോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നെഗറ്റീവ് എന്താണെന്നുള്ള കാര്യം ഇനി പറയാം. നമ്മുടെ മുറ്റത്ത് നന്മവരാണ് നമ്മളുടെ ഏജൻസിക്കാർ. എത്ര നല്ല ആൾക്കാരാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് വളരെ ത്യാഗങ്ങൾ സഹിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ ഫീസ് ഒന്നും മേടിക്കുന്നില്ല. രജിസ്ട്രേഷൻ ഫീസ് മേടിക്കുന്ന ഏജൻസിക്കാരുണ്ട്, മേടിക്കാത്ത ആൾക്കാരുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ അത് റീഫണ്ട് ചെയ്യും. IELTSന്റെ ഫീസ് റീഫണ്ട് ചെയ്യുന്നു, എക്സാം ഫീസ് റീഫണ്ട് ചെയ്യുന്നു എന്ന് വേണ്ട, നിങ്ങൾക്ക് വേണ്ടി ടാക്സി വിളിച്ച് നിങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. എന്ത് നല്ല മനുഷ്യരാണല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മിനിറ്റ്? എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകണം. 10 ലക്ഷം രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കുമ്പോൾ 2 ലക്ഷം രൂപ, അതായത് 20% അവർക്ക് കമ്മീഷനാണ്. ഈ അടുത്ത് 7000 പേരെ ഒരു ഇൻടേക്കിൽ വിട്ട ഏജൻസി കേരളത്തിലുണ്ട്. അതുമാത്രമല്ല വേറെ പല ഏജൻസി 2000, 3000, 4000 പേരെ വിട്ടേക്കുന്ന ഏജൻസിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന കമ്മീഷൻ എത്രയാണെന്നുള്ള കാര്യമല്ലേ? 0 എണ്ണിട്ട് കിട്ടണില്ല അല്ലേ? അതെ, അതന്നെ പ്രശ്നം. നമ്മുടെ മുക്കിലും മൂലലും സ്റ്റഡി അബ്രോഡ് ഏജൻസികൾ കാണാം. 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയായി. ഈ നാട്ടിൽ എന്ത് ജോലി ചെയ്താലോട് 20 ലക്ഷം രൂപ കിട്ടുക? അപ്പോൾ ഇനൊന്നും നോക്കണ്ട, സ്റ്റഡി അബ്രോഡ് തുടങ്ങിക്കോ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി വെരി മച്ച്.